നമസ്കാരം, ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ 17/6/2017 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടന്ന മലപ്പുറം ജില്ലയിലേക്കും തിരുവനന്തപുരം ജില്ലയിലേക്കുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള LD ക്ലർക്ക് 2017 പരീക്ഷയിലെ ഗണിത വിഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. 10 പൂച്ചകൾ 10 സെക്കൻഡിൽ 10 എലികളെ തിന്നും. 100 സെക്കൻഡിൽ 100 എലികളെ തിന്നാൻ എത്ര പൂച്ച വേണം? ഓപ്ഷൻസ് തന്നിരിക്കുന്നു, ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 99. ഇത്തരമൊരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ്. N1 × D1 × W2 = N2 × D2 × W1. ഈ ചോദ്യത്തിൽ നമുക്ക് N-നെ പൂച്ചയായിട്ട് എടുക്കാം, D-യെ സമയമായിട്ടെടുക്കാം, W-നെ എലിയായിട്ടെടുക്കാം. അതായത് N1 = 10 എന്നെടുക്കാം, D1 = 10 എന്നെടുക്കാം, W1 = 10 എന്നെടുക്കാം. എന്നാൽ N2 എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. D2 = 100 എന്നെടുക്കാം, W2 = 100 എന്നെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ വിലകൾ നമ്മുടെ സമവാക്യത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് 10 × 10 × 100 = N2 × 100 × 10. അപ്പോൾ നമുക്ക് N2 = 10,000/1000 എന്ന് കിട്ടും. അവിടുന്ന് നമുക്ക് ഉത്തരം 10 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 10. ഈ സമവാക്യം നിങ്ങൾക്ക് ഏവർക്കും പരിചിതമാണ്. ജോലിയും സമയവും എന്ന പാഠഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൊരു സമവാക്യമാണിത്. അതായത് N സാധാരണ എണ്ണത്തെയും D സമയത്തെയും W ജോലിയെയുമാണ് കാണിക്കുന്നത്. ആ സമവാക്യം തന്നെയാണ് നമ്മൾ ഈ ചോദ്യത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ ഈ ഒരു സമവാക്യം ഉപയോഗിച്ച് വളരെയധികം വേഗത്തിൽ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ നിങ്ങൾക്ക് ഏവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശ്രദ്ധിക്കുക. കലണ്ടറിൽ 4 തീയതികൾ രൂപീകരിക്കുന്ന സമചതുരത്തിൽ കാണുന്ന തീയതികളുടെ തുക 64 എങ്കിൽ ഏറ്റവും ചെറിയ തീയതി ഏത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു, ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 13, ഓപ്ഷൻ ബി 17, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 12. ഇത്തരമൊരു ചോദ്യം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആദ്യം ഒരു കലണ്ടറാണ്. അതായത് ഒരു കലണ്ടറിൽ 4 തീയതികൾ ചേർന്നിട്ട് ഒരു സമചതുരം രൂപീകരിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് ആദ്യം മുകളിൽ 2 തീയതിയും അതിന് താഴെയായിട്ട് 2 തീയതി. അതായത് ഇവിടെ നമുക്കതിനെ X എന്നും Xന്റെ കൂടെ കിടക്കുന്ന അടുത്ത തീയതിയെ X+1 എന്നും താഴെ കിടക്കുന്ന അടുത്ത 2 തീയതികളെ X+7 എന്നും X+8 എന്നും എടുക്കാം. ഇതെന്താണ് ഇങ്ങനെ എടുത്തതെന്ന് വ്യക്തമായി മനസ്സിലാകാത്തവർക്ക് ഒരു കലണ്ടർ എടുത്ത് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. അതായത് കലണ്ടറിൽ ഒരു തീയതി എടുത്തു കഴിഞ്ഞാൽ അതിനെ X ആയിട്ട് എടുത്താൽ അതിൻ്റെ തൊട്ടടുത്ത തീയതി 1 കൂടിയതായിരിക്കും. ആ 2 തീയതികളുടെയും താഴേക്ക് നോക്കുക. അതായത് ആദ്യം എടുത്ത തീയതിയുടെ തൊട്ട് താഴെ കിടക്കുന്ന തീയതി 7 കൂടിയതായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത് കിടക്കുന്ന തീയതിയുടെ തൊട്ട് താഴെ കിടക്കുന്ന തീയതിയും 7 കൂടിയതായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ X എന്നും X+1 എന്നും Xന് താഴെ കിടക്കുന്നതിനെ X+7 എന്നും X+1ന് താഴെ കിടക്കുന്നതിനെ 7 കൂട്ടി X+8 എന്നും എടുത്തത്. ഇത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരു കലണ്ടർ എടുത്ത് നോക്കുക. ആ കലണ്ടർ എടുത്താൽ നിങ്ങൾക്ക് വ്യക്തമായി ഇത് മനസ്സിലാകുന്നതാണ്. അടുത്തതായി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു തീയതികളുടെ തുക 64. അപ്പോൾ നമുക്ക് ഈ 4 തീയതികളെയും കൂട്ടി നോക്കാം. അതായത് X+, X+1+, X+7+, X+8 = 64. അവിടുന്ന് Xകളെല്ലാം കൂട്ടുക. അപ്പോൾ നമുക്ക് X + X + X + X 4X എന്ന് കിട്ടും. അടുത്തതായിട്ട് സംഖ്യകൾ കൂട്ടുക. 1 + 7 + 8 16 എന്ന് കിട്ടും. അതായത് നമുക്ക് 4X + 16 = 64 എന്ന് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ 4Xനെ സമത്തിന്റെ ഒരു ഭാഗത്ത് നിർത്തി കൂടെ കിടക്കുന്ന 16നെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അതായത് 4X = 64 - 16. അവിടുന്ന് Xനെ മാത്രം ഒരു ഭാഗത്ത് നിർത്തി 4നെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അതായത് 64ൽ നിന്നും 16 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 48നെ Xന്റെ കൂടെ കിടക്കുന്ന 4 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 12. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വ്യക്തമായി മനസ്സിലായില്ലെങ്കിൽ ആവർത്തിച്ച് ഒന്നുകൂടി കേട്ടു നോക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്. ഒരു ക്ലോക്കിൽ 12 അടിക്കാൻ 22 സെക്കൻഡ് സമയമെടുക്കും. 6 അടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണം? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ 11, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 9. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലോക്കിൽ 12 തവണ അടിക്കാൻ 22 സെക്കൻഡ് വേണം. എന്നാൽ 6 തവണ അടിക്കാൻ എത്ര സെക്കൻഡ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം വളരെയധികം വേഗത്തിൽ കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അതിനായി നമ്മൾ ആദ്യം ചോദ്യത്തിൽ തന്നിരിക്കുന്ന
ക്ലോക്കിൽ 12 അടിക്കാൻ 22 സെക്കൻഡ് എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ആദ്യം തന്നിരിക്കുന്ന അടിക്കാനെടുക്കുന്ന എണ്ണമുണ്ടല്ലോ, അതിനെ n1 എന്ന് എടുക്കുന്നു. രണ്ടാമത് അടിക്കുന്ന എണ്ണത്തിനെ n2 എന്ന് എടുക്കുന്നു. അതായത് രണ്ടാമത് അടിക്കുക എന്ന് പറയുമ്പോൾ 6 തവണ അടിക്കാനുള്ള എണ്ണത്തിനെയാണ് നമ്മൾ n2 എന്ന് എടുത്തിരിക്കുന്നത്. 12 തവണ അടിക്കാനുള്ളതിനെ നമ്മൾ n1 എന്ന് എടുത്തിരിക്കുന്നു. 6 തവണ അടിക്കാനുള്ളതിനെ നമ്മൾ n2 എന്ന് എടുത്തിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ 12 തവണ അടിക്കാൻ 22 സെക്കൻഡ് സമയം വേണം. അപ്പോൾ അതിനെടുക്കുന്ന സമയത്തെ നമ്മൾ s1 എന്ന് എടുത്തിരിക്കുന്നു. അടുത്തതായിട്ട് 6 തവണ അടിക്കാൻ എത്ര സമയം വേണമെന്ന് നമുക്കറിയില്ല. ആ സമയത്തെ നമ്മൾ s2 എന്ന് എടുത്തിരിക്കുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം അടിക്കുന്ന എണ്ണത്തെ n1 എന്നും രണ്ടാമതായി തന്നിരിക്കുന്ന അടിക്കാനുള്ള എണ്ണത്തെ n2 എന്ന് എടുത്തിരിക്കുന്നു. ആദ്യം അടിക്കുന്ന എണ്ണത്തിന് വേണ്ടി എടുക്കുന്ന സമയത്തിനെ s1 എന്നും രണ്ടാമത് എടുക്കുന്ന സമയത്തെ s2 എന്നും എടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നിലേക്കും വിലകൾ ഇട്ട് കൊടുക്കാം. അതായത് n1 സമം 12, s1 സമം 22, n2 സമം 6, s2 നമുക്ക് അറിയില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് s2 ആണ്. ഇത്രയും നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം എളുപ്പം കണ്ടെത്താനുള്ള ഒരു സമവാക്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, സമവാക്യം ഇതാണ്. s2 ഈക്വൽസ് s1 ഇൻറ്റു n2 മൈനസ് 1 ബൈ n1 മൈനസ് 1. ഒന്നുകൂടെ പറയാം. s2 സമം s1 ഇൻറ്റു n2 മൈനസ് 1 ബൈ n1 മൈനസ് 1. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന വിലകൾ സമവാക്യത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അതായത് s2 സമം 22 ഗുണം 6 മൈനസ് 1 ഭാഗം 12 മൈനസ് 1. അവിടുന്ന് നമുക്ക് s2 സമം 22 ഗുണം 5 ഭാഗം 11 എന്ന് കിട്ടും. അവിടുന്ന് അംശവും ഛേദവും പരസ്പരം വെട്ടിപ്പോയി കഴിയുമ്പോൾ s2 സമം 10 എന്ന് കിട്ടും. അവിടുന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 10. ഈ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെയധികം വിശദീകരണം വേണ്ട ഒരു ഭാഗമാണിത്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം വേഗത്തിൽ എങ്ങനെ ഒരു സമവാക്യത്തിൽ കൂടി ഇത് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ നന്നായി മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. ചോദ്യം എന്താണ് ശ്രദ്ധിക്കുക. രാജുവിൻ്റെ അമ്മയുടെ പ്രായം രാജുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. രാജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 3. നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നു രാജുവിൻ്റെ അമ്മയുടെ പ്രായം രാജുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. അപ്പോൾ നമുക്കിവിടെ രാജുവിൻ്റെ പ്രായം x എന്ന് എടുക്കാം. രാജുവിൻ്റെ പ്രായം x ആകുമ്പോൾ രാജുവിൻ്റെ അമ്മയുടെ പ്രായം 9x ആയിരിക്കും. കാരണം രാജുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ് രാജുവിൻ്റെ അമ്മയുടെ പ്രായം. അതുകൊണ്ടാണ് ഇവിടെ രാജുവിൻ്റെ അമ്മയുടെ പ്രായം 9x എന്ന് എടുത്തിരിക്കുന്നത്. അടുത്തതായി പറഞ്ഞിരിക്കുന്നു 9 വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ അമ്മയുടെ പ്രായം രാജുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരിക്കും. അതായത് രാജുവിൻ്റെ പ്രായം 9 വർഷം കഴിയുമ്പോൾ എക്സിൻ്റെ കൂടെ 9 കൂടെ കൂടും. അപ്പോൾ രാജുവിൻ്റെ 9 വർഷം കഴിഞ്ഞുള്ള പ്രായം x പ്ലസ് 9 ആണ്. അപ്പോൾ 9 വർഷം കഴിഞ്ഞുള്ള രാജുവിൻ്റെ അമ്മയുടെ പ്രായമോ x പ്ലസ് 9ൻ്റെ 3 ഇരട്ടിയായിരിക്കും. അതായത് 9 വർഷം കഴിഞ്ഞുള്ള രാജുവിൻ്റെ അമ്മയുടെ പ്രായം 3 ഗുണം x പ്ലസ് 9 എന്ന് കിട്ടും. അവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രാജുവിൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം 9x ആണ്. 9 വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ അമ്മയുടെ പ്രായമായിട്ടുള്ള 9xൻ്റെ കൂടെയും 9 കൂടും. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ തുല്യമാക്കാം. അതായത് 9x അധികം 9 സമം 3 ഗുണം x പ്ലസ് 9 എന്ന് എഴുതാം. അവിടുന്ന് എക്സിനെ എല്ലാം ഒരു വശത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇപ്പുറത്ത് കിടക്കുന്ന 3xനെ അപ്പുറത്ത് കൊണ്ടുപോകും. അതായത് 9x മൈനസ് 3x. ഇവിടെ 3x കിട്ടിയത് 3നെ x പ്ലസ് 9 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന 3x ആണ്. ആ 3x ഇപ്പുറത്ത് വരുമ്പോൾ 9x മൈനസ് 3x സമം 27 മൈനസ് 9 എന്ന് കിട്ടും. 9x മൈനസ് 3x 6x എന്ന് കിട്ടും. 27 മൈനസ് 9 18 എന്ന് കിട്ടും. അതായത് 6x സമം 18. അവിടുന്ന് x കാണാൻ 18നെ 6 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് x സമം 3 എന്ന് കിട്ടും. അതായത് x നമുക്ക് കിട്ടി 3. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ x എന്നുള്ളത് രാജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ്. നമുക്ക് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നതും രാജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം രാജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം ഓപ്ഷൻ ഡി 3. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. ഒരാൾ ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ ഗുണം 2 മീറ്റർ ഗുണം 2 മീറ്റർ സൈസിൽ ഒരു കുഴി നിർമ്മിക്കും. ഇതേ നിരക്കിൽ 3 പേർ ചേർന്ന് 4 മീറ്റർ ഗുണം 4 മീറ്റർ ഗുണം 4 മീറ്റർ സൈസിൽ ഒരു കുഴി നിർമ്മിക്കാൻ എത്ര ദിവസം വേണം? നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 8/3, ഓപ്ഷൻ സി 16/3, ഓപ്ഷൻ ഡി 2. ഇവിടെ നമ്മൾ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. അതായത് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഒരാൾ ഒരു ദിവസം നിർമ്മിക്കുന്ന കുഴിയുടെ സൈസ് 2 മീറ്റർ ഇൻറ്റു 2 മീറ്റർ ഇൻറ്റു 2 മീറ്റർ. അതായത് മൊത്തം നമുക്ക് 2 ഗുണം 2 ഗുണം 2 8 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് 3 പേർക്ക് ഒരു ദിവസം ഇതേ നിരക്കിൽ ചെയ്യാവുന്ന ജോലി കണ്ടുപിടിക്കണം.
അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം ഒരാൾക്ക് ചെയ്യാവുന്നത് 8 മീറ്റർ ക്യൂബ് ആണെങ്കിൽ 3 പേർക്ക് ചെയ്യാവുന്നത് 3 ഗുണം 8 ആയിരിക്കും. അപ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം 3 പേർക്ക് ഒരു ദിവസം ഇതേ നിരക്കിൽ ചെയ്യാവുന്ന ജോലി 24. ഒരു ദിവസം 24 ആണെങ്കിൽ ഡി ദിവസം, അതായത് നമുക്ക് ദിവസങ്ങൾ എത്രയാണെന്ന് അറിയില്ല, ആ അറിയാത്ത ദിവസം കാണാൻ എന്ത് ചെയ്താൽ മതി, ഡി ദിവസം എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഴുതാം 3 പേർക്ക് ഇതേ നിരക്കിൽ ഡി ദിവസം കൊണ്ട് ചെയ്യാവുന്ന ജോലി 24D. അപ്പോൾ 3 പേർ ഇതേ നിരക്കിൽ ചെയ്ത ജോലി നമുക്കിവിടെ തന്നിട്ടുണ്ട്. 4 മീറ്റർ ഇൻറ്റു 4 മീറ്റർ ഇൻറ്റു 4 മീറ്റർ. അവിടെ നമുക്ക് ദിവസം എത്രയാണെന്ന് അറിയില്ല, ആ ദിവസത്തെ നമുക്ക് ഡി എന്നെടുക്കാം. അതായത് 24D സമം 64. അവിടുന്ന് ഡി കാണാൻ 64നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡി സമം 8/3 എന്ന് കിട്ടും. അതായത് 8 64, 3 24. അങ്ങനെയാണ് നമുക്ക് ഡി സമം 8/3 എന്ന് കിട്ടുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 8/3. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വ്യക്തമായി മനസ്സിലായില്ലെങ്കിൽ ആവർത്തിച്ച് ഒന്നുകൂടി കേട്ടു നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്